ഹായ്, അസ്സലാമു അലൈക്കും. മുളക് ചമ്മന്തിയല്ലേ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്നല്ലേ വിചാരിച്ചേ. പക്ഷേ ഇതൊരു സ്പെഷ്യൽ മുളക് ചമ്മന്തിയാണ്. എല്ലാവരും വീഡിയോ മുഴുവൻ കാണുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് നോക്കാം. ഇത് ഞാൻ ഉപയോഗിച്ചത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പ്രസവശേഷമുള്ള വയറ് ചുരുങ്ങുന്നതിനും എൻ്റെ ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് കൂടി നിന്നപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയുമാണ് ഈ ചമ്മന്തി ഞാൻ ഉപയോഗിച്ചത്. ഇതിലെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് അഥവാ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിനെ നമ്മളെ സഹായിക്കുന്നത്. അത് എങ്ങനെയാണ് ഉപയോഗിച്ചതെന്നും എങ്ങനെ ഉണ്ടാക്കാമെന്നും നമുക്ക് നോക്കാം. അപ്പം ഇതിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് എരിവുള്ള മുളക് തന്നെയാണ്. എരിവുള്ള മുളക് 10 എണ്ണം, ഒരു 10-15 ചെറിയ ഉള്ളി, പിന്നെ ഒരു 3 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മുഴുവനോടെയുള്ള കുരുമുളക്. എൻ്റെ കയ്യിലില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി അരയ്ക്കുമ്പോൾ ചേർക്കും. പിന്നെ നമ്മുടെ അയമോദകം, ഒരു 1/4 ടീസ്പൂൺ അയമോദകം. പിന്നെ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റായ കുടംപുളി നന്നായിട്ട് കഴുകി വാരി ചൂടുവെള്ളത്തിൽ കഴുകണം. അതിൻ്റെ ആ പുകമണവും ഓയിൽ ഇതെല്ലാം അങ്ങ് പോയിട്ട് അത് കഴുകി വാരിയിട്ട് വെള്ളം തോർത്തി എടുത്തേക്കുന്നതാണ്. അപ്പം ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിൽ വയ്ക്കുക. ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആദ്യമേ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ നന്നായിട്ട് വഴറ്റാം. ചുട്ടെടുത്താണ് ഉണ്ടാക്കേണ്ടത്, അതാണ് ഏറ്റവും നല്ലത്. ഒരു കുറച്ച് പിന്നെ എല്ലാം കൂടെ അരച്ചിട്ട് എണ്ണയിൽ വഴറ്റി വെച്ചാൽ മതി. ചുട്ടെടുത്ത് ഉണ്ടാക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഉള്ളിയും മുളകും ചതച്ചെടുക്കുക. ഇത് നന്നായിട്ട് വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് മുളക്, കുടംപുളി, കറിവേപ്പില, മുഴുവൻ കുരുമുളകാണ് ചേർക്കുന്നതെങ്കിൽ മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുക്കുക. ഞാൻ പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ അരയ്ക്കുമ്പോൾ അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കും. പിന്നെ അയമോദകം ഒരു 1/4 ടീസ്പൂൺ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, അരയ്ക്കുമ്പം ഇന്ദുപ്പ് ചേർത്ത് അരയ്ക്കുക. അല്ലാതെ നമുക്ക് ഇപ്പോൾ മേടിക്കാൻ കിട്ടുന്ന പൊടിയുപ്പ് ചേർക്കരുത്, ഇന്ദുപ്പ് തന്നെ ഉപയോഗിക്കണം. ഇനി വെയിറ്റ് ലോസിനല്ലാതെ ഉപയോഗിക്കുന്നവർ വെറുതെ നമുക്ക് ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. സാധാരണ നമ്മൾ മുളക് ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ വാളംപുള്ളി ചേർക്കേണ്ടടുത്ത് കുടംപുള്ളി ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് ഞാൻ ഉപയോഗിച്ച 2 കാര്യങ്ങൾ. ഒന്നാമത് പ്രസവശേഷം വയറ് ചുരുങ്ങാനായിട്ട് നമുക്ക് വേദ് കുളിപ്പിക്കാനൊക്കെ ഒരു ചേച്ചി വരുമല്ലോ, ഞാൻ വീട്ടിൽ വന്നിരുന്നു. ആ ചേച്ചിക്ക് നന്നായിട്ട് ആയുർവേദം അങ്ങനെയൊക്കെ തീരുമാനമൊക്കെ അറിയാവുന്ന ഒരു ചേച്ചിയാണ്. ആ ചേച്ചി ഉണ്ടാക്കി തന്നിരുന്ന മുളക് ചമ്മന്തി ആയിരുന്നു ഇത് വയറ് ചുരുങ്ങാനും വയറുണങ്ങാൻ വേണ്ടിയുള്ള മരുന്ന് ചമ്മന്തി എന്ന് പറഞ്ഞായിരുന്നു എനിക്ക് തന്നിരുന്നത്. ചൂട് ചോറിൻ്റെ കൂടെ നെയ്യും ഈ ചമ്മന്തിയും പിന്നെ എന്തെങ്കിലും പച്ചക്കറി കൂട്ടുള്ള തോരനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൂട്ടുകറി അങ്ങനെയൊക്കെ ആയിരുന്നു തന്നിരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പ്രസവശേഷം വയറ് ചുരുങ്ങാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാനായിട്ടാണെങ്കിൽ എരിവുള്ള മുളകിന് പകരം നമ്മുടെ എരിവില്ലാത്ത മുളക് ഉപയോഗിക്കുക. എന്നിട്ട് കുരുമുളക് കൂടുതൽ ഉപയോഗിക്കുക. കുരുമുളക് ഒത്തിരി കൂടുതലല്ല, കുരുമുളകാണ് അവിടെ എരിവിന് നിൽക്കേണ്ടത്. എരിവില്ലാത്ത മുളക് ഉപയോഗിച്ചാൽ മതി. പിന്നെ രണ്ടാമത് ഞാനൊരു കാര്യം ചെയ്തത്, എനിക്ക് ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് ഒത്തിരി കൂടി വന്നായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ട്രൈഗ്ലിസറൈഡ് കൂടുന്നത് കാർബോഹൈഡ്രേറ്റ് നമ്മൾ കൂടുതൽ കഴിക്കുന്നതാണ്, ചോറ് കഴിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൺട്രോൾ ചെയ്യുക. ആ സമയത്തും ഞാൻ ഉച്ചയ്ക്ക് മാത്രം ചോറ് കഴിക്കുമായിരുന്നു. ആ ചോറിൻ്റെ കൂടെ ഈ ചമ്മന്തിയും കൂടെ ഉൾപ്പെടുത്തി. പിന്നെ ഞാൻ ഉപയോഗിച്ചത് നമ്മുടെ മത്തി, ചെറിയ മീൻ, കൊഴുവ, ഇതൊക്കെ കുടംപുളി നന്നായിട്ട് ചേർത്ത് പീര പറ്റിച്ച്, എണ്ണയുടെ അളവ് കുറച്ചിട്ട് മീൻ പീര പറ്റിച്ച് അല്ലെങ്കിൽ മീൻ കുടംപുളി ഇട്ട് വെച്ച് കറി വെച്ച് മാത്രം കഴിച്ചു. ഇങ്ങനെ തന്നെ കാർബോഹൈഡ്രേറ്റ് ഷുഗറായിട്ട് നിങ്ങൾ കൺട്രോൾ ചെയ്യണം, എങ്കിൽ മാത്രമേ നമ്മുടെ ട്രൈഗ്ലിസറിൻ്റെ അളവ് കുറയത്തുള്ളൂ.
അപ്പം ഇങ്ങനെ ഞാൻ ഒരു മാസം ചെയ്തു. എൻ്റെ ഒരു 180 ആയിരുന്നു. 180 എന്നുള്ളത് 120 ആയി ഒരു മാസം കൊണ്ട്. അപ്പം ഞാൻ ഇത് മാത്രമാണ് ഞാൻ ചെയ്തുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. നോർമലി നടക്കാൻ പോകും അങ്ങനെയൊക്കെ. അപ്പോൾ എൻ്റെ ബോർഡർ ലൈനിലായിരുന്നു, അത് 120ലേക്ക് എത്തി. ലെസ് ദാൻ 150 ആണ് നമ്മുടെ നോർമൽ റേഞ്ച്. 150 to 200, 199 ബോർഡർ ലൈനിലാണ്. 200 അബോവ് ആണ് ഹൈ പോകുന്നത്. അപ്പം ഇതിന് രണ്ടിനുമാണ് ഞാൻ ഉപയോഗിച്ചത്. ഞാൻ ഉപയോഗിച്ച 2 കാര്യങ്ങളും ഫലവത്തായ കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 1 മാസം തൊട്ട് 2 മാസം വരെ ഒന്ന് ട്രൈ ചെയ്യുക. പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക. അതുപോലെ തന്നെ ഞാൻ ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമായിരുന്നു ചോറ് ഉണ്ടായിരുന്നത്. അങ്ങനെ ചോറിൻ്റെ കാർബോഹൈഡ്രേറ്റ്, എല്ലാ രീതിയിലുമുള്ള കാർബോഹൈഡ്രേറ്റ് നന്നായി കുറച്ചു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതെല്ലാം നന്നായി വഴറ്റിയിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടായിരുന്ന എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തു. ഇതിപ്പോൾ ഞാനിവിടെ നോർമൽ വെറുതെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ചുട്ടെടുത്ത് തന്നെ ചെയ്യുക. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ബ്ലെസ്ഡ്. അല്ലാഹ് ഹാഫിസ്.